പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ചതുരംഗ കളത്തിൽ കനൽ പുകയുകയാണ്. ഒരു വശത്ത് അത്യാധുനിക യുദ്ധവിമാനങ്ങളും വിമാനവാഹിനി കപ്പലുകളുമായി ലോക പോലീസായ അമേരിക്ക നിലയുറപ്പിക്കുമ്പോൾ മറുവശത്ത് തദ്ദേശീയമായ പ്രതിരോധ ബുദ്ധിയും ഭൂമിശാസ്ത്രപരമായ കരുത്തുമായി ഇറാൻ വെല്ലുവിളി ഉയർത്തുന്നു. ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കേവലം ആയുധങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് സാങ്കേതിക വിദ്യയും പോരാട്ട വീര്യവും തമ്മിലുള്ള പോരാട്ടമാണ്. അമേരിക്കൻ നാവികസേനയുടെ കരുത്തായ USS എബ്രഹാം ലിങ്കൺ വെറും ഒരു കപ്പലല്ല, മറിച്ച് കടലിലെ ഒരു ചലിക്കുന്ന സൈനിക താവളമാണ്. ഈ കപ്പലിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന F-35C ലൈറ്റ്നിംഗ് സെക്കൻഡ് വിമാനങ്ങളാണ് ഇറാന്റെ പ്രധാന ഭീഷണി. റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ ആധാരശില. റഡാർ മുന്നറിയിപ്പുകൾ നൽകാതെ തന്നെ ഇറാന്റെ ഹൃദയഭാഗത്തേക്ക് തുളച്ചു കയറാൻ ഇവയ്ക്ക് സാധിക്കും. ഒരു പൂർണ്ണ തോതിലുള്ള കരയുദ്ധം ഒഴിവാക്കി ഇറാന്റെ IRGC കമാൻഡ് സെന്ററുകൾ, ആണവ നിലയങ്ങൾ എന്നിവ മാത്രം ലക്ഷ്യം വെച്ച് തകർക്കാൻ വിമാനങ്ങൾക്ക് സാധിക്കുമെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ഇറാന്റെ പ്രതിരോധ നിരകളെ മുഴുവൻ നിരീക്ഷിക്കാനും ആ വിവരങ്ങൾ തത്സമയം അമേരിക്കൻ കപ്പലുകളായ USS മൈക്കൽ മർഫി, USS പ്രൂയൻസ് എന്നിവയ്ക്ക് കൈമാറാനും ഈ വിമാനങ്ങൾക്ക് കഴിയും. ഇത് 100% കൃത്യതയോടെ ടോമാഹോക്ക് മിസൈലുകൾ പ്രയോഗിക്കാൻ അമേരിക്കയെ സഹായിക്കുന്നു. ഇറാന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നത് റഷ്യൻ നിർമ്മിത S-300 PMU-2 സ്വന്തമായി വികസിപ്പിച്ച ബവാർ 373 മിസൈൽ സംവിധാനങ്ങളുമാണ്. എന്നാൽ F-35Cയുടെ സാങ്കേതിക വിദ്യ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കുമെന്നാണ് അമേരിക്കൻ വിദഗ്ധർ പറയുന്നത്. ഇറാൻ തങ്ങളുടെ തലേഗാൻ 2 പോലുള്ള ആണവ കേന്ദ്രങ്ങൾ കനത്ത കോൺക്രീറ്റ് കവചത്തിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഈ കവചങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൃത്യതയോടെ എത്തിക്കാൻ അമേരിക്ക F-35C വിമാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഈ പ്ലാൻ പരാജയപ്പെട്ടാൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ മറ്റൊരു തൂണില്ല എന്നതാണ് സത്യം. വെറും പൈലറ്റുമാരല്ല ഈ ദൗത്യത്തിന് പിന്നിലുള്ളത്. ബ്ലാക്ക് നൈറ്റ്സ് എന്നറിയപ്പെടുന്ന VMFA 314 യൂണിറ്റിലെ വിദഗ്ധരാണ്. 2024-25 കാലഘട്ടത്തിലെ യുദ്ധങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത ഇവർക്ക് ശത്രുവിന്റെ അതീവ സുരക്ഷാ മേഖലകളിൽ കയറി ആക്രമണം നടത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഇറാനിയൻ ഡ്രോൺ ബോട്ടുകളുടെ പരിധിയിൽ വരാതെ ഭൂപരിധി ഉപയോഗപ്പെടുത്തി ആക്രമണം നടത്തുക എന്നതാണ് ഇവരുടെ തന്ത്രം. അമേരിക്കയുടെ സാങ്കേതിക മികവിനെ നേരിടാൻ ഇറാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. ഇറാനെ ചുറ്റിപ്പിടിച്ചു നിൽക്കുന്ന ഈ പർവ്വതങ്ങൾ ഒരു സ്വാഭാവിക കോട്ടയാണ്. പർവ്വതങ്ങൾക്കുള്ളിലെ നൂറുകണക്കിന് കിലോമീറ്റർ നീളമുള്ള മിസൈൽ സിറ്റികൾ അമേരിക്കയുടെ ഏത് ബോംബിനും തകർക്കാൻ കഴിയാത്തത്ര സുരക്ഷിതമാണ്. അമേരിക്കയുടെ പക്കൽ വലിയ കപ്പലുകൾ ഉണ്ടെങ്കിൽ ഇറാന്റെ പക്കൽ ചടുലമായ ആയിരക്കണക്കിന് ഡ്രോൺ ബോട്ടുകളുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഇടുങ്ങിയ പാതയിൽ അമേരിക്കൻ കപ്പലുകളെ വളയാൻ ഇവയ്ക്ക് സാധിക്കും. ഒരു യുദ്ധമുണ്ടായ ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ സിരകൾ നിമിഷ നേരം കൊണ്ട് അടച്ചുപൂട്ടാൻ ഇറാന് കഴിയും. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും. വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും ലോകം കണ്ട ഒരു സത്യമുണ്ട്: സാങ്കേതികവിദ്യ എത്ര തന്നെ ഉയർന്നതായാലും ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെ തോൽപ്പിക്കുക അസാധ്യമാണ്. ഇറാൻ എന്ന രാജ്യം ചരിത്രപരമായി വിദേശ അധിനിവേശങ്ങളെ തങ്ങളുടെ ആഭ്യന്തര ഐക്യം കൊണ്ട് നേരിട്ടവരാണ്. അമേരിക്ക ഉയർത്തുന്ന ഭീഷണി ഇറാനെ ചൈനയുമായും റഷ്യയുമായും കൂടുതൽ അടുപ്പിക്കാനേ ഉപകരിക്കും. ഉപരോധങ്ങൾക്കിടയിലും തദ്ദേശീയമായി നിർമ്മിച്ച റഡാർ വിരുദ്ധ മിസൈലുകളും ഹൈപ്പർസോണിക് ആയുധങ്ങളും ഇറാനെ ഒരു അജയ ശക്തിയാക്കി മാറ്റിയിരിക്കുന്നു. അമേരിക്കയുടെ പക്കൽ ലോകത്തെ ഏറ്റവും മികച്ച ആയുധങ്ങൾ ഉണ്ടെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇറാനെതിരെ ഒരു നീക്കം നടത്തുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാശം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും. പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള ഇറാന്റെ സഖ്യശക്തികൾ ഒരേ സമയം അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാൽ അത് മേഖലയിൽ അമേരിക്കയുടെ അന്ത്യത്തിന് തന്നെ കാരണമായേക്കാം. അമേരിക്കയുടെ സാങ്കേതിക വിദ്യയും ഇറാന്റെ തദ്ദേശീയമായ പ്രതിരോധ ബുദ്ധിയും തമ്മിലുള്ള ഈ പോരാട്ടം ലോകം അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. ആധുനിക യുദ്ധങ്ങളിൽ ആയുധങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിനാണെന്ന് ഇറാൻ തെളിയിക്കുന്നു. ഒരു വശത്ത് F-35C വിമാനങ്ങൾ ആകാശം ഭരിക്കാൻ ഒരുങ്ങുമ്പോൾ മറുവശത്ത് പർവ്വതങ്ങൾക്കിടയിൽ പേർഷ്യൻ കരുത്ത് ഗർജിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഈ സംഘർഷം യുദ്ധത്തിലേക്കാണോ അതോ കൂടുതൽ സങ്കീർണമായ ഒരു ശീതയുദ്ധത്തിലേക്കാണോ നീങ്ങുന്നതെന്ന് കാലം തെളിയിക്കും. അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സഖ്യകക്ഷികളായ ഇസ്രയേലിന്റെയും സൗദി അറേബ്യയുടെയും നിലപാടുകൾ അതിനിർണായകമാണ്. ഈ രണ്ട് രാജ്യങ്ങളും ഇറാന്റെ പ്രാദേശിക സ്വാധീനത്തെ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായാണ് കാണുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളെയും മിസൈൽ സാങ്കേതിക വിദ്യയെയും ഇസ്രയേൽ തങ്ങളുടെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയായി കരുതുന്നു. അമേരിക്കയുമായി ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നിരീക്ഷിക്കുന്നതിലും സൈബർ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ഇസ്രയേൽ പ്രധാനമായും പങ്കുവഹിക്കുന്നുണ്ട്. മേഖലയിൽ ഇറാന്റെ സഖ്യകക്ഷികളായ ഹിസ്ബുള്ളയെയും ഹമാസിനെയും പ്രതിരോധിക്കാൻ ഇസ്രയേൽ നിരന്തരമായി സൈനിക നീക്കങ്ങൾ നടത്താറുമുണ്ട്. അമേരിക്ക നേരിട്ട് ഇറാനെതിരെ യുദ്ധത്തിന് മുതിർന്നാൽ ഇസ്രയേലിന്റെ ഇന്റലിജൻസ് വിവരങ്ങളും വ്യോമസേന പിന്തുണയും ആ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കും. സുന്നി മുസ്ലിം രാജ്യങ്ങളുടെ നേതൃസ്ഥാനം വഹിക്കുന്ന സൗദി അറേബ്യ, ഷിയ സ്വാധീനമുള്ള ഇറാനും തമ്മിൽ ദശാബ്ദങ്ങളായുള്ള രാഷ്ട്രീയ മത്സരമുണ്ട്. യമനിലെ ഹൂതി വിമതർക്ക് ഇറാൻ നൽകുന്ന പിന്തുണ സൗദിയുടെ അതിർത്തി സുരക്ഷയെ ബാധിക്കുന്നു. എണ്ണ ഉൽപാദനത്തിലും ആഗോള സാമ്പത്തിക വിപണിയിലും ഇറാന്റെ മേൽക്കോയ്മ തടയാൻ സൗദി ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് മണ്ണ് നൽകിയും സാമ്പത്തിക സഹായങ്ങൾ നൽകിയും സൗദി ഈ സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നു.
ചുരുക്കത്തിൽ അമേരിക്കയുടെ സാങ്കേതിക കരുത്തിനൊപ്പം ഇസ്രയേലിന്റെ ചാരവിദ്യയും സൗദിയുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം ചേരുമ്പോൾ രൂപപ്പെടുന്ന സഖ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്.